സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോസി വാഗമറ്റം എഴുതിയ നോവൽ പ്രബലൻ തുടരുന്നു. ഭാഗം 10. ഒരു സംഘം ആളുകൾ വീട്ടുമുറ്റത്തേക്ക് വരുന്നത് നരേന്ദ്രൻ കണ്ടു. മുറ്റത്ത് വെളിച്ചമില്ലാത്തതിനാൽ ശരിക്ക് കണ്ടുകൂടാ. ഒരു പുരുഷൻ വരാന്തയിലൂടെ നടക്കുന്നത് കണ്ട് ആരോ വിളിച്ചു ചോദിച്ചു, ഏതു പോല മോനാണടാ അത്, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. നരേന്ദ്രൻ നിന്നു. മുറ്റത്ത് 8 or 9 പേരുണ്ടെന്ന് തോന്നി. ഓടി രക്ഷപ്പെടാൻ നോക്കല്ലേടാ കഴിവേറി, എറിഞ്ഞു വീഴ്ത്തും ഞങ്ങൾ, വീണ്ടും ഒരാൾ വിളിച്ചു പറഞ്ഞു. വാതിൽക്കൽ നിന്ന് വിനീതയെ കണ്ട് മറ്റൊരാൾ വിളിച്ചു കൂവി, നീയും കൂടി ഇങ്ങോട്ട് ഇറങ്ങി നില്ലടി ചൂലേ, തുണിയൊക്കെ നമുക്ക് പിന്നെ ഉടുക്കാം. നരേന്ദ്രൻ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. നിങ്ങളൊക്കെ ആരാ, എന്തിനു വന്നതാ, അവൻ ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടോ ഏലിയാസേ, നമ്മളൊക്കെ ആരാന്ന്? ഞങ്ങളിവിടെ പതിവായിട്ട് കലാപരിപാടിക്ക് വരുന്നവരാ, സ്ഥിരം ബുക്കിങ്ങാ ഞങ്ങൾക്കിവിടെ. അതിനിടയ്ക്ക് ആരും വന്ന് കയറാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. എനിക്കറിയാൻ മേലായിരുന്നു, നരേന്ദ്രൻ പറഞ്ഞു. ആട്ടെ, നീ ഏതാ? ഞാൻ സുഗതൻ ചേട്ടൻ്റെ കൂട്ടുകാരനാ. ആ പട്ടി ജയിലിലായി പോയതുകൊണ്ട് ഇവിടുത്തെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതായിരിക്കും. അതെ. ഓ, എന്തൊരു സന്മനസ്. നല്ല ഒന്നാന്തരം 3 ഉരുപ്പടികൾ. അതിലാരുടെയൊക്കെ ക്ഷേമമാണടാ നീ അന്വേഷിക്കുന്നേ? ചേട്ടന്മാരെ, ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കുഴപ്പക്കാരനൊന്നുമല്ല. അവനെ വിട്ടേക്ക് പോട്ടെ, മറ്റൊരാൾ പറഞ്ഞു. അല്ല, അറിയണ്ടേ ആരാ എന്താണെന്നൊക്കെ. നീ ഏതാടാ? ഞാൻ പറഞ്ഞല്ലോ, സൂതൻ ചേട്ടൻ്റെ പരിചയക്കാരനാ. നീ എവിടുത്തുകാരനാണെന്നാ ചോദിച്ചേ? ഈ നാട്ടുകാരനാണോ? അതെ. എവിടാ നിൻ്റെ വീട്? വീടില്ല. എങ്ങനാ മറ്റേ മോനുമായിട്ട് പരിചയം? നിങ്ങളിങ്ങനെ തെറി പറഞ്ഞാൽ എങ്ങനാ? ഞാൻ മര്യാദയ്ക്കല്ലേ സംസാരിക്കുന്നേ? ഓ, നീ ഞങ്ങളെ മര്യാദയും പഠിപ്പിക്കും അല്ലേടാ. വാതിൽക്കൽ എല്ലാം കണ്ട് ചകിതിയായി നിൽക്കുകയായിരുന്നു വിനീത. അത് കണ്ട് ഒരാൾ വരാന്തയുടെ നേർക്ക് കുതിച്ചു. ഞങ്ങളെ കാണുമ്പോൾ വാതിലടിച്ചിടുന്ന നീ ഇവനെപ്പോലെയുള്ള നായിൻ്റെ മോന്മാർക്ക് തുറന്നു കൊടുക്കും അല്ലേടി? അയാൾ വരാന്തയിലേക്ക് ചാടി കയറിയതും വിനീത വാതിലടിച്ച് ബോൾട്ടിട്ടു. അയാൾ വാതിലിൽ ആഞ്ഞടിക്കാനും തൊഴിക്കാനും തുടങ്ങി. നരേന്ദ്രൻ അത് കണ്ട് പെട്ടെന്ന് തിരിഞ്ഞ് വരാന്തയിലേക്ക് കയറി ചെന്നു. ചേട്ടാ, അവരെ ഉപദ്രവിക്കരുത്, സ്ത്രീകൾ മാത്രമല്ലേ ഉള്ളൂ, പാവങ്ങളാ. നിനക്ക് മാത്രം അകത്ത് കയറിയാൽ മതിയോടാ നായേ. അയാൾ വീണ്ടും വാതിലിൽ ആഞ്ഞു തൊഴിച്ചു. രാത്രിയിൽ ഇങ്ങനെ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ കയറി അതിക്രമം കാണിക്കുന്നത് മോശമല്ലേ? നരേന്ദ്രൻ അയാളെ തടയാൻ ശ്രമിച്ചു. കോപാക്രാന്തനായ അയാൾ കൈ വീശി നരേന്ദ്രനെ അടിച്ചു. നരേന്ദ്രൻ ആ അടി തട്ടിയിട്ട് അയാളുടെ കൈ പിടിച്ച് വട്ടം കറക്കി മുറ്റത്തേക്ക് തള്ളി. അവരോട് മല്ലിന് നിൽക്കണ്ട, കൊള്ളരുതാത്തോരാ, പൊയ്ക്കോ, വിനീത ജനലിലൂടെ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്ക് 4-5 പേർ വരാന്തയിലേക്ക് ചാടി കയറി കഴിഞ്ഞിരുന്നു. അടിച്ചു വീഴ്ത്തടാ നായിൻ്റെ മോനെ, ആരോ അലറി. നരേന്ദ്രൻ്റെ ചുറ്റും നിന്നവർ അടി തുടങ്ങി. 4-5 പേർക്കിടയിൽ കെട്ടിമറിഞ്ഞ് നരേന്ദ്രൻ മുറ്റത്തേക്ക് വീണു. കടന്നൽക്കൂട്ടം പൊതിയുന്ന പോലെ അവർ നരേന്ദ്രനെ പൊതിഞ്ഞു. കൈക്കരുത്തുകൊണ്ടും മനോബലം കൊണ്ടും നരേന്ദ്രൻ കുറേ സമയം അവരോട് പിടിച്ചു നിന്നു. നാനാഭാഗത്തു നിന്നും ശരിക്കും കിട്ടുന്നുണ്ടായിരുന്നെങ്കിലും 1ഉം 2ഉം വീതം തിരിച്ചു കൊടുക്കാനും അവനെക്കൊണ്ട് കഴിഞ്ഞു. പക്ഷേ പോരാട്ടവീര്യം കൊണ്ട് മാത്രം ദീർഘനേരം അവരോട് പൊരുതി നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അടികലശൽ 10 മിനിറ്റോളം നീണ്ടു നിന്നു. ഭയാക്രാന്തയായി കണ്ണുകൾ ഇറുക്കി അടച്ച് ജനാലയ്ക്കൽ തന്നെ നിൽക്കുകയായിരുന്നു വിനീത. അട്ടഹാസങ്ങളും അലർച്ചയും ചീറലും അവസാനിച്ചു. കുറേ ശാപവചനങ്ങളും തെറിപ്പദങ്ങളും ശേഷിച്ചു. പിന്നെ അത് പിറുപിറുക്കലുകൾ മാത്രമായി. ഏതാനും കല്ലുകൾ വാതിലിലും ചുമരിലും വന്നു പതിച്ചു. കാലടിയൊച്ചകൾ അകന്നുപോയി. വിനീത വിറയലോടെ കണ്ണു തുറന്നു. മുറ്റത്ത് ചോരയിൽ കുളിച്ച ഒരു ശരീരം അനക്കമില്ലാതെ കിടക്കുന്നത് അവൾ കണ്ടു. വിനീത വാതിൽ തുറക്കുന്നത് കണ്ട് ശാന്തമ്മ പേടിയോടെ വിളിച്ചു പറഞ്ഞു, മോളെ അരുത്, അവരിനിയും തിരിച്ചു വരും. അമ്മയുടെ വിലക്കു വകവയ്ക്കാതെ വിനീത വരാന്തയിലേക്ക് ഇറങ്ങി. രാജിമോൾ മിണ്ടാൻ പോലും ത്രാണിയില്ലാതെ നിൽക്കുകയാണ്. മുറ്റത്ത് അരണ്ട വെളിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ. 4 പാടും നോക്കിക്കൊണ്ടും ശത്രുക്കൾ പതിയിരിപ്പുണ്ട് എന്ന് സംശയിച്ചും വിനീത മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. ശാന്തമ്മയും വരാന്തയിലേക്ക് ഇറങ്ങി. അവർ വല്ലാതെ ഭയചകിതയായിരുന്നു. മുറ്റത്ത് കമിഴ്ന്നു കിടക്കുകയായിരുന്നു നരേന്ദ്രൻ. അനക്കമൊന്നുമില്ല. വിനീതയുടെ കാൽപാദങ്ങൾ വിറപൂണ്ടു. അതൊരു ശവമാണോ എന്നായിരുന്നു അവളുടെ പേടി. നിലത്തേക്ക് കാൽമുട്ടുകൾ ഊന്നിയിരുന്ന് ഭീതിയോടെ അവൾ അവൻ്റെ ശരീരത്തിൽ തൊട്ടു. അവളുടെ കൈ വിറച്ചു. ഷർട്ടെല്ലാം ചിന്തി കീറി നാശമായിരിക്കുന്നു. ഉടുമുണ്ടഴിഞ്ഞ് നിലത്ത് കിടപ്പുണ്ട്. വിനീത അവൻ്റെ തോളത്തു പിടിച്ച് ബലം പ്രയോഗിച്ച് നേരെ കിടത്താൻ ശ്രമിച്ചു. അത് അവൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുമായിരുന്നില്ല. അമ്മ ഇങ്ങോട്ടും ഇറങ്ങി വന്നേ. വരാന്തയിലേക്ക് നോക്കി വിനീത ഒച്ചയെടുത്തു. നീ അതവിടെ ഇട്ടിട്ട് കയറി വാ. ചത്തുപോയെങ്കിൽ നമ്മൾ സമാധാനം പറയണ്ടേ? പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ മതി, അവർ വന്ന് വല്ലതും ചെയ്യട്ടെ. ഈ മനുഷ്യൻ വാങ്ങിത്തന്നത് ഇപ്പം വെട്ട് വിഴുങ്ങിയതല്ലേ ഉള്ളൂ, അത് തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങിക്കോട്ടെ.
രാജിമോളെ നീയും കൂടെ വാ. മടിച്ചും ഭയന്നും രണ്ടുപേരും ഇറങ്ങിച്ചെന്നു. 3 പേരും ചേർന്ന് നരേന്ദ്രനെ പിടിച്ച് നേരെ കിടത്തി. അവൻ്റെ മൂക്കിലൂടെയും വായിലൂടെയും ചോര ഒലിച്ചുകൊണ്ടിരുന്നു. ചുണ്ടും കവിളും പൊട്ടിയിട്ടുണ്ട്. നെറ്റിയിൽ 3 പൊട്ടി ചോര ഒഴുകുന്നു. വലത്തെ തോളിലും ഇടത്തെ തോളലിന് കീഴെയും വയറ്റിലും കുത്തും വെട്ടുമേറ്റതുപോലെയുള്ള മുറിവുകൾ. വിനീത അവൻ്റെ മൂക്കിന് കീഴെ വിരൽ വെച്ച് നോക്കി. പിന്നെ നാടിപിടിപ്പുണ്ടോ എന്നും പരിശോധിച്ചു. മോളെ, നീ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാ. രാജിമോൾ വേഗം വീട്ടിനകത്ത് പോയി ഒരു പാത്രത്തിൽ വെള്ളവുമായി വന്നു. വിനീത നരേന്ദ്രൻ്റെ മുഖത്ത് വെള്ളം കുടഞ്ഞു. മുഖത്തെ ചോര കഴുകിക്കളഞ്ഞു. അവൻ്റെ തലയിലും കുറെ വെള്ളമൊഴിച്ചു. നരേന്ദ്രൻ 1-2 തവണ ഞരങ്ങുകയും മൂളുകയും ചെയ്തു. കണ്ണു തുറന്ന് അരികിൽ നിൽക്കുന്നവരെ നോക്കി. എഴുന്നേൽക്കാനുള്ള ശ്രമത്തിനിടയിൽ വീണ്ടും അയാളുടെ ബോധം മറഞ്ഞു. നമുക്ക് അകത്തോട്ട് കിടത്തിയാലോ അമ്മേ? വിനീത ചോദിച്ചു. എന്ത് വേണമെന്നറിയാതെ ശാന്തമ്മ മടിച്ചു നിന്നു. വിനീതയും രാജുമോളും കൂടി നരേന്ദ്രനെ താങ്ങിയെടുക്കാൻ ശ്രമിച്ചു. അവൻ്റെ കാലും തലയും നിലത്തു നിന്ന് ഉയർത്താൻ മാത്രമേ അവർക്ക് കഴിഞ്ഞുള്ളൂ. അമ്മയും കൂടി ഒന്ന് പിടിച്ച് അമ്മേ. വിനീത ദേഷ്യപ്പെട്ടു. ശാന്തമ്മയും കൂടി വന്ന് പിടിച്ചു. പക്ഷേ 70-75 കിലോ ഭാരം വരുന്ന നിശ്ചല ശരീരം താങ്ങിയെടുത്തുകൊണ്ട് പോവുക അസാധ്യമായിരുന്നു. വിനീത കിതച്ചുകൊണ്ട് ഇനി എന്തു വേണമെന്നറിയാതെ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ചാറ്റമഴ പെയ്തു തുടങ്ങി. ശാന്തമ്മയും രാജിമോളും മഴ നനയാതെ വരാന്തയിലേക്ക് കയറി നിന്നു. വിനി, അവിടെ നിന്ന് മഴ നനഞ്ഞിട്ട് എന്താ കാര്യം? ഇങ്ങോട്ട് കയറി നിൽക്ക്, ശാന്തമ്മ പറഞ്ഞു. വിനീത വരാന്തയിലേക്ക് പോന്നു. ക്രമേണ മഴ ശക്തിയാർജിച്ചു. ഒരനാഥ മനുഷ്യരൂപം മുറ്റത്തു മഴ നനഞ്ഞു കിടക്കുന്നു. വിനീതയ്ക്ക് എന്തെന്നില്ലാത്ത മനപ്രയാസമായി. അവൾ വീട്ടിനുള്ളിൽ ചെന്ന് മേശമേൽ വിരിച്ചിരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തുകൊണ്ട് വന്നു. ഒരു കുടയും എടുത്തു. പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് നരേന്ദ്രൻ്റെ നെഞ്ചുവരെ പുതപ്പിച്ചു. പിന്നെ കുട നിവർത്തി അയാളുടെ നെഞ്ചും കഴുത്തും തലയും നനയാതെ പിടിച്ചുകൊണ്ട് തലയ്ക്കൽ തന്നെ നിലയുറപ്പിച്ചു. ഇറയത്തു നിന്ന് ഒഴുകി വരുന്ന വെള്ളം നരേന്ദ്രൻ്റെ ശരീരത്ത് തൊട്ടുതലോടി ചോരമയം ഒപ്പി ഒലിച്ചു പോയിക്കൊണ്ടിരുന്നു. മഴ കനത്തതോടെ മുറ്റത്ത് വെള്ളം തളം കെട്ടി. നിലത്ത് കിടന്ന നരേന്ദ്രൻ്റെ കൈപ്പത്തി മഴവെള്ളത്തിൽ മൂടിക്കിടന്നു. കുറേ കഴിഞ്ഞ് നരേന്ദ്രൻ വീണ്ടും ബോധമുണർന്നു ഞരങ്ങി. അല്പസമയം ഞരങ്ങുകയും മൂളുകയും ചെയ്ത് അങ്ങനെ തന്നെ കിടന്നു. പിന്നെ ഏതെങ്കിലും വശത്തേക്ക് തിരിയാനുള്ള ശ്രമമായി. വിനീത കുട മാറ്റിവെച്ചിട്ട് അവൻ്റെ തോളിലൂടെ കൈയിട്ട് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവരെന്നെ കൊന്നില്ലേ? നരേന്ദ്രൻ ഞരങ്ങി. വിനീത വരാന്തിയിൽ നിന്ന് അമ്മയെയും അനുജത്തെയും സഹായത്തിന് വിളിച്ചു. 3 പേരും കൂടി അവനെ താങ്ങി എഴുന്നേൽപ്പിച്ചു. പരസഹായത്തോടെയാണെങ്കിലും സ്വന്തം കാലുകളിൽ അവൻ എഴുന്നേറ്റ് നിന്നു. കുടിയന്മാരുടേതുപോലെ അവൻ്റെ കാലുകൾ ഇടറി. വേച്ചു പോകുന്ന അവനെ താങ്ങി പിടിച്ച് 3 ചേർന്ന് വീട്ടിനുള്ളിലേക്ക് നടത്തി. കാലിളകുന്ന ബെഞ്ച് കണ്ടതും അവൻ അതിലിരുന്നു. മതി, അവൻ പറഞ്ഞു. കട്ടിലേലോട്ട് കിടന്നോ? വേണ്ട, എനിക്കിരുന്നാൽ മതി. അമ്മേ, വേഗം കുറച്ച് വെള്ളം തിളപ്പിക്ക്, വിനീത നിർദ്ദേശിച്ചു. രാജിമോളെ, ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. രാജി വെള്ളം എടുത്തുകൊണ്ട് വന്നു. നരേന്ദ്രൻ കാലിൻ്റെ തുടകളിൽ കൈമുട്ടുകൾ ഊന്നി മുന്നോട്ട് കുനിഞ്ഞിരുന്ന് കിതച്ചു. വിനീത അവൻ്റെ കീറിപ്പറഞ്ഞ ഷർട്ട് അഴിച്ചു മാറ്റി. ബക്കറ്റിൽ തോർത്ത് മുക്കിപ്പിഴിഞ്ഞ് ചോരയും ചെളിവെള്ളവും മണ്ണും പുരണ്ട അവൻ്റെ ശരീരം തുടച്ച് വൃത്തിയാക്കി. ശാന്തമ്മ അവനുടുക്കാൻ മരപ്പെട്ടിക്കുള്ളിൽ നിന്ന് സുഗതൻ്റെ പഴയൊരു കൈലി എടുത്തു കൊടുത്തു. അടുപ്പിൽ വെള്ളം തിളച്ചപ്പോൾ രാജിമോൾ അത് ഒരു അലുമിനിയം ചെരുവത്തിൽ ഒഴിച്ചെടുത്തു കൊണ്ടുവന്നു. ബെഞ്ചിലോട്ട് കിടക്ക്, വിനീത നരേന്ദ്രനോട് നിർദ്ദേശിച്ചു. എന്തിനാ? ആവി പിടിക്കാം, ചതവിന് നല്ലതാ. വിനീതയും കൂടി താങ്ങി അവനെ ബെഞ്ചിൽ കമിഴ്ത്തി കിടത്തി. ബക്കറ്റിലെ തിളച്ച വെള്ളത്തിൽ തോർത്ത് മുക്കി പിഴിഞ്ഞ് വിനീത അവൻ്റെ ചുമലിലും പിൻകഴുത്തിലും പുറത്തും ആവി പിടിച്ചു. ക്ഷതങ്ങൾ കരിവാളിച്ച് കിടന്നിരുന്നു. ചില ഭാഗങ്ങൾ നീര് വന്ന് വീങ്ങിയിരുന്നു. ഓരോ തവണ ആവി കൊള്ളിക്കുമ്പോഴും അവൻ ഞരങ്ങുകയും പൊളയുകയും ചെയ്തു. എവിടെങ്കിലും ഒടിഞ്ഞിട്ടുണ്ടോ? എല്ലോ മറ്റോ? വിനീത ചോദിച്ചു. ഒടിയാത്ത എല്ല് വല്ലതും ബാക്കിയുണ്ടോ എന്ന് ചോദിക്കേ. അവൻ ഞരങ്ങി. എനിക്ക് കുടിക്കാൻ വല്ലതെന്താ? ചൂടായിട്ട് എന്തെങ്കിലും. ശാന്തമ്മ അടുക്കളയിൽ കയറി കട്ടൻ കാപ്പി തിളപ്പിച്ചു. പോക്കറ്റിൽ ശകലം കാശുണ്ടായിരുന്നു, ഉണ്ടോയെന്ന് നോക്കിക്കേ. വിനീത ഉരിഞ്ഞിട്ട കീറിപ്പറഞ്ഞ ഷർട്ടിൻ്റെ പോക്കറ്റ് പരിശോധിച്ചു. കുറേ നനഞ്ഞ നോട്ടുകളും ഒരു തീപ്പെട്ടിയും ചില നാണയത്തുട്ടുകളും പോക്കറ്റിൽ നിന്ന് കിട്ടി. അത് വിനീത അവനെ കാണിച്ചു. ഇത്രയും കണ്ടാൽ പോരാ, അവൻ പറഞ്ഞു. ബാറ്ററി തീരാറായ ടോർച്ചുമായി വിനീത അടികലശൽ നടന്ന മുറ്റം പരിശോധിച്ചു. നനഞ്ഞ ഒരു ബീഡിക്കൂടും ഏതാനും കറൻസി നോട്ടുകളും കിട്ടി. വിനീത അതും കൊണ്ട് വന്ന് അയാൾക്ക് കൊടുത്തു. എനിക്കിടാൻ ഷർട്ടില്ലല്ലോ. തരാം. വിനീത തന്നെ പെട്ടിക്കുള്ളിൽ നിന്ന് സുഗതൻ്റെ ഒരു ഷർട്ട് എടുത്തുകൊണ്ട് വന്നു. അവൾ തന്നെ അത് അവനെ ധരിപ്പിച്ചു. ശാന്തമ്മ കട്ടൻ കാപ്പി തിളപ്പിച്ചു കൊണ്ട് വന്ന് കൊടുത്തു. അത് ചൂടോടെ അവൻ ഊതി കുടിച്ചു. ഇനി എനിക്ക് പോകാമെന്ന് തോന്നുന്നു. അവൻ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു. ഒരു ചുവട് വെച്ചതും നില കിട്ടാതെ അവൻ 2 കൈകൊണ്ടും വായുവിൽ പരതി.
വിനീത വേഗം വന്ന് അവനെ താങ്ങി പിടിച്ച് ബെഞ്ചിലേക്കിരുത്തി. 7-8 പേര് ചുറ്റും നിന്ന് അടിച്ചു പരത്തിയ ശരീരമല്ലേ, അത്ര പെട്ടെന്നൊന്നും നടക്കാൻ പറ്റില്ല. കൈകൊണ്ട് മാത്രമല്ലായിരുന്നു അടി, പത്തല് കൊണ്ടും കുറുവടി കൊണ്ടും കല്ല് വെച്ച് ഇടിച്ചവരുമുണ്ട്. എല്ലാം വളരെ വിശദമായിട്ട് കണ്ട് രസിച്ചു അല്ലേ? രസം അത്രയ്ക്ക് തോന്നിയില്ല. കൺമുന്നിൽ ഒരാളെ തല്ലിക്കൊല്ലുന്നത് കാണുമ്പം രസിക്കാനും ചിരിക്കാനും എനിക്ക് ഭ്രാന്തൊന്നുമില്ല. കൊല്ലല്ലേ എന്നൊരു നിലവിളിയേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. നരേന്ദ്രൻ അവളെ സൂക്ഷിച്ചു നോക്കി. ശാന്തമ്മ പറഞ്ഞു, ചത്തെന്ന് കരുതിയിട്ടാ ഇട്ടിട്ട് പോയത്. ചത്തടാന്നൊരുത്തൻ പറയുന്നതും കേട്ടു. ആരാ അവര്? ചേട്ടൻ കൊന്നയാളിൻ്റെ ആൾക്കാരാ. അവരാണോ ഓടും ചില്ലും എറിഞ്ഞു തീർക്കുന്നേ? അതെ. എന്നും വരാറുണ്ടോ അവർ? ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും പതിവാ. പോലീസിൽ പരാതി കൊടുക്കാൻ മേലേ? പരാതിപ്പെട്ടതാ. പോലീസ് അവരുടെ സൈഡാ. ഞങ്ങൾ കൊലപ്പുള്ളിയുടെ ഭാര്യയും മക്കളും അല്ലേ? ശാന്തമ്മ താടിക്ക് കൈ ഊന്നി നിന്നു. നരേന്ദ്രൻ വീടിക്ക് വേണ്ടി പോക്കറ്റിൽ പരതി. അപ്പോഴാണത് നനഞ്ഞുപോയ കാര്യം ഓർത്തത്. എന്നാ നിങ്ങൾ കിടന്നു, ഞാൻ ആ വരാന്തയിലോട്ട് എങ്ങാനും ഇരുന്നോളാം. രാത്രി ഒരുപാടായില്ലേ? അവരോട് എന്തിനാ മല്ലിടാൻ പോയത്? പോകല്ലേന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഞാനായിട്ട് വഴക്കുണ്ടാക്കിയതല്ലല്ലോ വിനീതേ. തോൽവിയാണെന്ന് കണ്ടപ്പോൾ ഓടി രക്ഷപ്പെടുകയെങ്കിലും ചെയ്തുകൂടായിരുന്നോ? അതിനുപോലും പഴുത് കിട്ടിയില്ല. പിന്നെ എന്നാ ഓർത്താ 7-8 പേരോട് അടിക്കാൻ പോയത്? അവർ കൊന്നു കളഞ്ഞിരുന്നെങ്കിലോ? ഏയ്, കൊല്ലാൻ ഞാനവരുടെ ശത്രുവല്ലല്ലോ. അതുമാത്രമല്ല, എനിക്ക് ഒരുപാട് പണി തീരാൻ കിടക്കുന്നു. ഇപ്പോഴേ ചത്താൽ അതൊക്കെ ആര് തീർക്കും? വേറെ ആരെക്കൊണ്ടും വീട്ടാൻ പറ്റാത്ത ഒരുപാട് കടങ്ങളുണ്ട്. വിനീത അയാളുടെ ക്ഷതങ്ങൾ വീണ് കരിവാളിച്ച മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഈ അനാഥൻ, ഇയാൾ ആരാണ്? എന്താണ് ഇയാളുടെ ലക്ഷ്യം? മരിക്കണമെങ്കിൽ ഒരു നുള്ളു വിഷം വാങ്ങാൻ പണമില്ലാത്ത ഈ വീട്ടിലേക്ക് കൈനിറിയ ഭക്ഷ്യവിഭവങ്ങളും പണവും ഇയാൾ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി അജ്ഞാതരായ ശത്രുക്കളോട് സ്വജീവൻ പണയപ്പെടുത്തി ഇയാൾ അടരാടി വീണിരിക്കുന്നു. ചിന്തിക്കുന്തോറും അവളുടെ മനസ്സിൽ അസ്വസ്ഥത പെരുകി. നരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ട് ശാന്തമ്മ ഒരു ഗ്ലാസ് കാപ്പി കൂടി തിളപ്പിച്ചു കൊടുത്തു. അത് കുടിച്ച ശേഷം അവൻ എഴുന്നേറ്റു വരാന്തയിലേക്ക് ഇറങ്ങി. അരുതെന്ന് വിനീത വിലക്കിയെങ്കിലും അവൻ കേട്ടില്ല. എനിക്ക് പുതയ്ക്കാൻ എന്തെങ്കിലും തണുക്കുന്നു. വിനീത അകത്ത് കയറി നോക്കി. മുഷിയാത്ത പുതപ്പുകളൊന്നുമില്ല. താൻ പുതയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന പുതപ്പെടുത്ത് അവൾ അവന് കൊടുത്തു. ലേശം മുഷിഞ്ഞതാ, അലക്കിയതൊന്നും ഇരിപ്പില്ല. നരേന്ദ്രൻ അത് മൂടി പൊതിച്ച് വരാന്തയിലെ തകരക്കസേരയിൽ കൂനി പിടിച്ചിരുന്നു. ഇതിനൊരു പെണ്ണിൻ്റെ മണം, അവൻ പറഞ്ഞു. വിനീത വാതിൽക്കൽ നിലയുറപ്പിച്ചു. വാതിലടച്ച് കിടന്നു. പറയാതെ പോകരുത്. നരേന്ദ്രൻ ഒന്നും പറഞ്ഞില്ല. വാതിലടഞ്ഞു. ചാറ്റമഴ പെയ്തുകൊണ്ടിരുന്നു. പുലർച്ചയ്ക്ക് 5 മണിക്ക് വിനീത ഉണർന്നു. വരാന്തയിൽ നരേന്ദ്രനുള്ള കാര്യം അവൾക്ക് ഓർമ്മ വന്നു. അവൾ വേഗം എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു. വരാന്തയിലെ തകരക്കസേരയിൽ വൃത്തിയായി മടക്കി വെച്ച അവളുടെ പുതപ്പ് മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. വിയർത്ത് കുളിച്ച് നരേന്ദ്രൻ ടെൻറ്റിലേക്ക് കയറി ചെന്നപ്പോൾ കുഞ്ഞുമോനും ഡാനിയും അന്തം വിട്ടു. നിന്റെ ചുമടെന്തിയ നരേന്ദ്ര? എടുത്തില്ലേ? ഡാനി ചോദിച്ചു. ഇല്ല, എനിക്ക് തീരെ വയ്യായിരുന്നു. എങ്ങനെയാ ഇവിടം വരെ എത്തിയതെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയൂ, നരേന്ദ്രൻ തളർന്ന സ്വരത്തിൽ പറഞ്ഞു. അവൻ കയ്യിലൊരു സഞ്ചി തൂക്കി പിടിച്ചിരുന്നത് കുഞ്ഞുമോനെ ഏൽപ്പിച്ചു. കുപ്പി 3 വാങ്ങിയിട്ടുണ്ട്, പിന്നെ 2 ബണ്ടിൽ ബീഡി. അവൻ അവശനായി മുളന്തണ്ടിലേക്കിരുന്നു. ഡാനിയും കുഞ്ഞുമോനും പരസ്പരം നോക്കി. എന്നിട്ട് നരേന്ദ്രനെയും സൂക്ഷിച്ചു നോക്കി. നിനക്ക് എന്നാ പറ്റിയട നരേന്ദ്ര? നിന്നെ കാണാൻ ഒരു ചന്തോ ഇല്ലല്ലോ. ഇവിടുന്ന് പോയപ്പോൾ നീ സുന്ദരക്കുട്ടപ്പനായിരുന്നല്ലോ. ഫോറസ്റ്റുകാർ പിടിച്ചോ? കുഞ്ഞുമോൻ ആശങ്കയോടെ ചോദിച്ചു. അടിയേറ്റുണ്ടായ ക്ഷതങ്ങളും നീർവീക്കവും അവൻ്റെ മുഖത്തും കൈത്തണ്ടകളിലും പ്രകടമായിരുന്നു. ഫോറസ്റ്റുകാരൊന്നും പിടിച്ചില്ല, കിതപ്പോടെ നരേന്ദ്രൻ പറഞ്ഞു. പിന്നെ പോലീസിൻ്റെ കയ്യിൽപ്പെട്ടോ? ആരാ നിന്നെ ഈ പരുവത്തിൽ തല്ലിപ്പരത്തിയത്? എനിക്കൊരബദ്ധം പറ്റിയതാ. അടിയിരിക്കുന്നിടത്ത് കൊണ്ടുപോയി തല വെച്ച് കൊടുത്തു. നരേന്ദ്രൻ വിയർപ്പിൽ കുതിർന്ന ഷർട്ട് ഊരി മാറ്റി. എൻ്റെ ദൈവമേ! കുഞ്ഞുമോൻ വാ പൊളിച്ചു. നരേന്ദ്രൻ്റെ നെഞ്ചത്തും പുറത്തും നെടുകയും കുറുകയും ക്ഷതങ്ങൾ കരിവാളിച്ച് കിടന്നിരുന്നു. ഇതാരാടാ ഈ കുടുംബാതകം ചെയ്തേ? കുഞ്ഞുമോൻ അത് കണ്ടിട്ട് സഹിച്ചില്ല. ഡാനിയും അന്താളിച്ചു പോയി. തങ്കച്ചനെന്തിയേ? അവൻ വെള്ളം എടുക്കാൻ പോയതാ. ഞാനൊന്ന് കിടക്കട്ടെ. നരേന്ദ്രൻ മുളന്തണ്ടിലേക്ക് മറിഞ്ഞു. അവൻ്റെ കണ്ണുകൾ താനേ അടഞ്ഞുപോയി. പിന്നീട് ഉച്ചത്തിലുള്ള സംസാരം കേട്ടു കണ്ണു തുറക്കുമ്പോൾ രാത്രിയാണ്. ടെൻറ്റിൽ കരുണനും കുഞ്ഞുമോനും തങ്കച്ചനും ഡാനിയുമുണ്ട്. കുപ്പിയും ഗ്ലാസും എടുത്തു വെച്ചൊരു മദ്യപാനാഘോഷത്തിന് ഒരുക്കം കൂട്ടുകയാണ്. നരേന്ദ്രൻ എഴുന്നേറ്റിരുന്നു. കരുണൻ ചോദിച്ചപ്പോൾ നരേന്ദ്രൻ സംഭവിച്ചതെല്ലാം വള്ളിപുള്ളി വിടാതെ പറഞ്ഞു. എന്തിനാ നരേന്ദ്ര വേണ്ടാത്ത പണിക്ക് പോയേ? നിന്നെ അവർ കൊന്നിരുന്നെങ്കിലോ? കരുണൻ ചോദിച്ചു. നരേന്ദ്രൻ മറുപടിയൊന്നും പറഞ്ഞില്ല. തങ്കച്ചൻ മദ്യക്കുപ്പിയുടെ അടുപ്പ് തുറന്നു. 2 ആഴ്ചത്തേക്ക് തടി അനക്കണ്ട, നീണ്ടു നൂർന്നിവിടെ കിടന്നാൽ മതി. ആ ചങ്കിനെ വിളിച്ച് തിരുമ്മിക്കാം. ചങ്കോ? ആരാ അത്? നരേന്ദ്രൻ കണ്ണു വിളിച്ചു. സ്ത്രീധനത്തോട്ടത്തിലെ പങ്കുകാരനാ. അവന് മർമാണി അറിയാം. നീ കുഴമ്പോ എണ്ണയോ വല്ലതും മേടിച്ചിട്ടുണ്ടോ?
ഞാനൊരു വൈദ്യരെ കണ്ട് കഷായവും ഗുളികയും കുഴമ്പും വാങ്ങിച്ചിട്ടുണ്ട്. അത് മതി. ചങ്കിനോട് നാളെ വരാൻ പറയാം. പിറ്റേന്ന് ആളെത്തി. ശങ്കർ എന്നാണ് ശരിയായ പേര്. കൂട്ടുകാർ അത് ചങ്കാക്കി. നെഞ്ചത്ത് തട്ടിക്കൊണ്ടേ ശങ്കർ എന്തും പറയൂ. ഞാനത് ചെയ്തിരിക്കും, പോയിരിക്കും, വന്നിരിക്കും എന്നിങ്ങനെ ആണയിടലിൻ്റെ സ്വഭാവമുണ്ട് അവൻ്റെ വാക്കുകൾക്ക്. നരേന്ദ്രൻ്റെ ദേഹം കൈപ്പത്തി കൊണ്ട് ആകെ ഒന്നൊഴിഞ്ഞിട്ട് ശങ്കർ സ്വന്തം നെഞ്ചത്ത് കൈതട്ടി. ഇത് ഞാൻ 2 ആഴ്ചയ്ക്കകം പുൽപുഷ്പം പോലെ ആക്കി തന്നിരിക്കും. പുൽപുഷ്പത്തിന് ബലം കുറവായിരിക്കും. നമുക്ക് കാട്ടാനയുടെ ശരീരം പോലെയാണ് വേണ്ടത്. വെടിയുണ്ട പോലെ ഏശരുത്, കുഞ്ഞുമോൻ പറഞ്ഞു. അടുത്ത 2 ആഴ്ചക്കാലം എന്നും അതിരാവിലെ ശങ്കർ സ്ത്രീധനത്തോട്ടത്തിൽ നിന്ന് നടന്നു വന്ന് നരേന്ദ്രൻ്റെ കുഴമ്പിട്ട് തിരുമിയിട്ട് പോയി. ആ 2 ആഴ്ചയും നരേന്ദ്രൻ്റെ പൂർണ്ണ വിശ്രമം. പിന്നെ 2 ആഴ്ചത്തെ പദ്യം. 1 മാസം കഴിഞ്ഞതോടെ നരേന്ദ്രൻ പഴയ പോലെ ഉഷാറായി. ചില വടുക്കളും ക്ഷതങ്ങളുടെ കരുവാളിപ്പ് മാത്രം ശേഷിച്ചു. ഡാനി ഒരു ദിവസം ചങ്കിനെയും കരുണനെയും തങ്ങളുടെ ടെൻറ്റിലേക്ക് വിളിപ്പിച്ചു. നമുക്ക് ഈ ആഴ്ച നെടുങ്കണ്ടത്ത് പോകണം. നമ്മുടെ നരേന്ദ്രനെ തല്ലിയ മിടുക്കന്മാരെ ഒന്ന് കാണണ്ടായോ? വേണോ? കുഞ്ഞുമോന് സംശയം. വേണം. അല്ലെങ്കിൽ പിന്നെ ഈ നട്ടിലെന്തിനാ? അവരുടെ കലാപരിപാടി മിക്ക ദിവസം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതും ഒന്ന് നിർത്തണ്ടേ? ഡാനി പറഞ്ഞാൽ മറുവാക്കില്ല. ഒരു ദിവസം രാവിലെ 5 പേരടങ്ങുന്ന സംഘം നെടുങ്കണ്ടത്തിന് പുറപ്പെട്ടു. നരേന്ദ്രൻ, ഡാനി, ശങ്കർ, കുഞ്ഞുമോൻ, കരുണൻ. തങ്കച്ചൻ ടെൻറ്റിന് കാവലിരുന്നു. തൽക്കാലം ടൗണിലെ ഒരു ലോഡ്ജിൽ മുറിയെടുക്കുന്നതാണ് ബുദ്ധി എന്ന് കുഞ്ഞുമോൻ പറഞ്ഞപ്പോൾ മറ്റുള്ളവരും അനുകൂലിച്ചു. പടിഞ്ഞാറേക്കവലയിലെ ലോഡ്ജിൽ കുഞ്ഞുമോൻ തന്നെയാണ് പേരും വിലാസവും എഴുതി ഒപ്പിട്ട് അഡ്വാൻസും കൊടുത്ത് ഡബിൾ റൂമിൻ്റെ താക്കോൽ വാങ്ങിയത്. പാപ്പച്ചൻ പാതിരിക്കല്ല് പനംകുട്ടി എന്നാണ് രജിസ്റ്ററിൽ എഴുതിയത്. നിങ്ങൾ എന്തിനു വന്നതാ എന്ന് തിരിക്കിയ ലോഡ്ജ് മാനേജരോട് തോട്ടം നോക്കാൻ വന്നതാണെന്ന് കുഞ്ഞുമോൻ മറുപടിയും പറഞ്ഞു. നിങ്ങൾ റൂമിലോട്ട് പോയിക്കോ, കുഞ്ഞുമോൻ ഡാനിയോടും നരേന്ദ്രനോടും പറഞ്ഞു. ഞാനിവരോട് സ്ഥലവിവരങ്ങൾ അന്വേഷിക്കട്ടെ. ലോഡ്ജ് മാനേജരാകുമ്പോൾ ഇവിടുത്തെ വിലയും കാര്യങ്ങളുമൊക്കെ അറിയാമല്ലോ. മറ്റുള്ളവർ മുറിയിലേക്ക് പോയി. കുഞ്ഞുമോൻ ലോഡ്ജ് മാനേജരോട് പേര് ചോദിച്ചു. പുരുഷോത്തമൻ. മാനേജർ മറുപടി പറഞ്ഞു. ഇവിടുത്തുകാരനാണോ അതോ കട്ടപ്പനക്കാരനാ? ആഹാ, കട്ടപ്പനക്കാരനല്ലേ. കട്ടപ്പനയെ എൻ്റെ ഒരു പെങ്ങളെ കെട്ടിച്ചേക്കുന്നേ. കട്ടപ്പനയിൽ എവിടെയായിട്ട് വരും? വെള്ളയാങ്കുടി. ചേട്ടൻ്റെ പെങ്ങളെ എവിടെയാണ് കെട്ടിച്ചേക്കുന്നേ? കാഞ്ചിയാറ്റിലാ. അറിയാവോ കാഞ്ചിയാറ്? ഞാനവിടെ പോയിട്ടുണ്ട്. ഇവിടെ ഏലത്തോട്ടം മേടിക്കാനാണോ? അങ്ങനെ വലിയ തോട്ടമായിട്ടല്ല. ഒരു 8-10 ഏക്കർ വേണം. ഏലത്തോട്ടം തന്നെ വേണമെന്നില്ല. പണിയാൻ കൊള്ളാവുന്ന മണ്ണ് വേണം. തേയിലയായാലും കാപ്പി ആയാലും വിരോധമില്ല. ഇവിടെ എന്നാ വിലയാ സ്ഥലത്തിനൊക്കെ? അതൊക്കെ ദേഹണ്ഡം പോലിരിക്കും. ഇപ്പം ലേശം കുറവാണ്. ഇവിടെ അടുത്തൊക്കെ പല തോട്ടങ്ങളും കൊടുക്കാനുണ്ടെന്ന് കേട്ടു. ഇതിനിടയ്ക്ക് മുറിയിലെത്തിയ ഡാനി കരുണനോട് പറഞ്ഞു. കുഞ്ഞുമോൻ്റെ വായിൽ നിന്ന് വല്ല വിട്ടിത്തരം വീഴുന്നതിന് മുമ്പേ അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. കരുണൻ ചെന്നപ്പോൾ കുഞ്ഞുമോൻ നെടുങ്കണ്ടം ടൗണിൽ കഞ്ചാവിൻ്റെ മാർക്കറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് സ്ഥലം വാങ്ങിയിട്ട് കഞ്ചാവ് കൃഷി ചെയ്യാനാണോ പ്ലാൻ? മാനേജർ ചോദിക്കുന്നു. പണ്ട് മതിക്കെട്ടാനിൽ കഞ്ചാവ് കൃഷി ചെയ്തയാളാ. റെയ്ഡ് വന്നപ്പോൾ മുഴുവൻ വെട്ടിപ്പോയി. ആ സങ്കടം ഇപ്പോഴും തീർന്നിട്ടില്ല. വെറുതെ ചോദിക്കുന്നതാ ഒരു മനസമാധാനത്തിന്. കരുണൻ ലോഡ്ജ് മാനേജരോട് വിശദീകരിച്ചു. കുഞ്ഞുമോനെ വാ, വല്ലതും കഴിക്കണ്ടേ? കരുണൻ കുഞ്ഞുമോനെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. ഇതിനിടയ്ക്ക് വല്ലതും ഒപ്പിച്ചായിരുന്നോ? ഡാനി ചോദിച്ചു. കഞ്ചാവിൻ്റെ മാർക്കറ്റ് വില ചോദിച്ചുകൊണ്ടിരിക്കുവാ ഞാൻ ചെല്ലുമ്പോൾ. കരുണൻ പറഞ്ഞു. നമുക്ക് നമ്മുടെ ബിസിനസ്സും കൂടെ ഒന്ന് നോക്കണ്ടായോ? തെല്ല് ചമ്മലോടെ കുഞ്ഞുമോൻ പറഞ്ഞു. നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. പുറത്തോട്ടിറങ്ങി നടക്കാം. സംഭവസ്ഥലം കാണണ്ടേ? നരേന്ദ്രൻ പറഞ്ഞു. അല്ല, എനിക്കൊരു സംശയം. നമ്മൾ വേണ്ടാത്ത പണിക്ക് പോവുകയാണോ? കുഞ്ഞുമോൻ ചോദിച്ചു. മാത്രമല്ല, നമ്മൾ 5 പേര് തികയോ? അവന്മാർ 8-10 പേര് കാണില്ലേ? ഡാനിക്ക് ദേഷ്യമായി. അവന്മാർ എത്ര പേരും ആയിക്കോട്ടെ. കുഞ്ഞുമോൻ ഒരു വശത്തോട്ട് മാറി നിന്ന് കളി കണ്ടുകൊണ്ട് നിന്നാൽ മതി. ഇടയ്ക്ക് മുട്ടിനും തരം കിട്ടും പോലെ ഓരോന്നും കൊടുത്തേക്കണം. ഞാനും ചങ്കും കൂടെ ബാക്കി കാര്യം ഏറ്റു. ഏറ്റല്ലോ? എന്നാ വാ. 5 പേരും പുറത്തേക്ക് ഇറങ്ങി. ഒരു സ്ഥലം നോക്കാൻ പോവുകയാണെന്ന് ലോഡ്ജ് മാനേജരോട് പറഞ്ഞു. നരേന്ദ്രൻ മെയിൻ റോഡിൽ ഇടത്തോട്ട് തിരിയുന്ന പോക്കറ്റ് റോഡിലൂടെ അവരെ നയിച്ചുകൊണ്ടുപോയി. അവർ സുഗതൻ്റെ വീടിന് സമീപത്തെത്തി. നരേന്ദ്രൻ വീടും പരിസരവും തൻ്റെ കൂട്ടുകാരെ കാണിച്ചു കൊടുത്തു. വേണമെങ്കിൽ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടാം, നരേന്ദ്രൻ പറഞ്ഞു. വേണ്ട വേണ്ട, കരുണൻ പറഞ്ഞു. നമ്മളാ ഇതിൽ ഇടപെട്ടിരിക്കുന്നതെന്ന് അവർ പോലും അറിയരുത്. അവർക്കും നമുക്കും അതാ നല്ലത്. കരുണൻ പറഞ്ഞത് ഡാനി ശരിവെച്ചു. സന്ധ്യ വരെ അവിടെ ചുറ്റി നടന്ന ശേഷം അവർ ഒരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. ഇരുട്ടായതോടെ അവർ വീണ്ടും സുഗതൻ്റെ വീടിന് സമീപം വന്നു. റോഡിന് താഴെയുള്ള കാപ്പിത്തോട്ടത്തിൽ ഒളിച്ചിരുന്നാൽ ആരും കാണില്ലെന്ന് ശങ്കർ പറഞ്ഞു. അവർ കാപ്പിത്തോട്ടത്തിൽ കയറി ബീഡിയും വലിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് ചെന്ന് ഈയിടെ ഉപദ്രവം വല്ലതും ഉണ്ടായോ എന്ന് തിരക്കിയാലോ? വേണ്ട നരേന്ദ്ര, നിന്നെ അവരിപ്പോൾ കാണാതിരിക്കുന്നതാണ് നല്ലത്, ഡാനി വിലക്കി. രാത്രി 10 മണി വരെ അവർ കാപ്പിത്തോട്ടത്തിലിരുന്നു. അക്രമികൾ വരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. അവർ ലോഡ്ജിലേക്ക് തിരിച്ചുപോയി. നമുക്കിങ്ങനെ ഒരുപാട് ദിവസം ഇവിടെ കിടക്കാനും പറ്റില്ലല്ലോ, വേറെ പണിയില്ലേ? കുഞ്ഞുമോൻ ആവലാതിപ്പെട്ടു.
അവന്മാർ വരാതെങ്ങനാ? അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലാൻ നമുക്ക് അവരാരൊക്കെയാണെന്ന് അറിയില്ലല്ലോ, ഡാനി പറഞ്ഞു. ഒരു കാര്യം ചെയ്താലോ? നരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. നാളെ ആരെങ്കിലും സുഗതൻ ചേട്ടൻ്റെ വീട്ടിൽ ചെല്ലണം. അടുത്ത ദിവസങ്ങളിൽ എങ്ങാനും കല്ലേറുണ്ടോയോ എന്ന് അവരോട് ചോദിക്കണം. അപ്പോഴറിയാം വിവരം. ആരാന്നും പറഞ്ഞാൽ ചെല്ലുന്നേ? കരുണൻ പോയാൽ മതി, പോലീസാണെന്ന് പറയാം. യൂണിഫോം മഫ്തിയിലിറങ്ങിയതാണെന്ന് പറഞ്ഞാൽ പോരെ? കരുണൻ പോകാമെന്ന് സമ്മതിച്ചു. നാളെ ആദ്യം പോയി ആ മുടിയൊന്ന് വെട്ടിക്ക്, ശങ്കർ നിർദ്ദേശിച്ചു. അത് നല്ല ഐഡിയ ആണെന്ന് കരുണനെ സമ്മതിച്ചു. പിറ്റേന്ന് മുടി വെട്ടി വന്ന് കുളിച്ച് വേഷം മാറിക്കഴിഞ്ഞപ്പോൾ കരുണന് ഒരു പോലീസ് ടച്ചൊക്കെ ഉണ്ടെന്ന് കൂട്ടുകാർക്ക് തോന്നി. സ്ഥലം നോക്കാനെന്ന വ്യാജേന കുഞ്ഞുമോൻ ഒഴികെയുള്ളവർ പുറത്തിറങ്ങി. കുഞ്ഞുമോൻ റൂമിൽ തന്നെ ഇരുന്നു. കരുണനെ സുഗതൻ്റെ വീട്ടിലേക്ക് വിട്ട ശേഷം നരേന്ദ്രനും കൂട്ടുകാരും ടൗണിൽ വെറുതെ ചുറ്റിക്കറങ്ങി. കരുണൻ സുഗതൻ്റെ വാടക വീടിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്ന് ചുമക്കുകയും മുരടനക്കുകയും ചെയ്തു. ശാന്തമ്മ വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. ആരാ? എൻ്റെ പേര് സുകുമാരൻ, പോലീസീന്നാ. കരുണൻ വരുത്തിക്കൂട്ടിയ തൻ്റെ ഇടത്തോടെ പറഞ്ഞു. പോലീസുകാരനാണോ? യൂണിഫോം ഇല്ലാഞ്ഞിട്ടായിരിക്കും അല്ലേ? ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മഫ്തിയിൽ വന്നത്. വിനീതയുടെ തലയും വാതിൽക്ക് പ്രത്യക്ഷപ്പെട്ടു. കരുണൻ വരാന്തയിലേക്ക് കയറി ചെന്നു. പോക്കറ്റ് ഡയറിയും പേനയും എടുത്തു. രാത്രിയിൽ കല്ലേറും തെറിവിളിയും ആണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തായിരുന്നോ? പരാതി കൊടുത്തിട്ട് എത്ര നാളായി? 1-2 തവണ പോലീസ് വന്ന് നോക്കിയിട്ട് പോയി. അതിനുശേഷം എത്ര തവണ കല്ലേറും ചീത്തവിളിയും ഉണ്ടായി? ആരും തിരിഞ്ഞു നോക്കിയില്ല. അവസാനം പരാതി കൊടുക്കലും ഞങ്ങൾ നിർത്തി, ശാന്തമ്മ പറഞ്ഞു. നിങ്ങൾ വിഷമിക്കേണ്ട, നടപടിയെടുക്കും. അതിന് തീരുമാനമായിട്ടുണ്ട്. ഓരോ ദിവസവും പേടിച്ച് വിറച്ചാൽ സാറേ ഞങ്ങൾ കഴിയുന്നേ. 1 മാസം മുമ്പ് ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നു. അയാളെ അവർ തല്ലി കൊല്ലാറാക്കിയാണ് വിട്ടത്. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും അറിയാൻ മേല, അത്രയ്ക്ക് തല്ലി ചതിച്ചിരുന്നു. ഓ, അത് വലിയ കഷ്ടമായി പോയല്ലോ. വിനീതയും രാജിമോളും വരാന്തയിലേക്ക് ഇറങ്ങി. കരുണൻ രണ്ടുപേരെയും നോക്കി. വളർച്ചയെത്തിയ പെൺകുട്ടികൾ, യൗവനം മാറാത്ത അമ്മ. ഇവർ പിടിച്ചു നിൽക്കാൻ നന്നേ വിഷമിക്കും. അമ്മ എന്തിനാ ഇത്രയും വിസ്തരിക്കുന്നേ? വിനീത ശാന്തമ്മയുടെ നേർക്ക് കയർത്തു. ഇവർക്കിതൊക്കെ അറിയാഞ്ഞിട്ടാണോ? നമ്മൾ പരാതി വല്ലതും കൊടുക്കാൻ പ്ലാനുണ്ടോ, പ്രതികരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള വേഷം കെട്ടൽ. അങ്ങനെയൊന്നും അല്ല കൊച്ചേ, ഇത്തവണ തീർച്ചയായിട്ടും നടപടിയുണ്ടാകും, പോരെ? കരുണൻ ഇറങ്ങി നടന്നു. അയാളുടെ പോക്ക് കണ്ടിട്ട് വിനീതയ്ക്കൊരു സംശയം. പോലീസുകാരൻ തന്നെയാണോ അത്? യൂണിഫോമും ഇല്ല, പോലീസുകാരൻ്റെ ലക്ഷണവും ഇല്ല. വിനീത അമ്മയോട് പറഞ്ഞു. മഫ്തിയിലാണെന്ന് പറഞ്ഞായിരുന്നു, മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ, ശാന്തമ്മ പറഞ്ഞു. കരുണൻ ലോഡ്ജിൽ ചെന്ന് തൻ്റെ സുഹൃത്തുക്കളോട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അപ്പോൾ ഇന്ന് രാത്രി കാര്യത്തിനൊരു തീരുമാനമാകും അല്ലേ? ശങ്കറിന് ഉത്സാഹമായി. അടി ഞാനും ചങ്കും കൂടെ തുടങ്ങി വയ്ക്കാം. നിങ്ങൾ 3 ഒരു മട്ടത്തിന് നിന്നാൽ മതി, ഡാനി പറഞ്ഞു. നിങ്ങൾ 2 പേരും മതിയോ 5-8 പേരെ അടിച്ചൊതുക്കാൻ? നരേന്ദ്രൻ ചോദിച്ചു. ഇവൻ കാരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് അല്ലേ? ഡാനിയുടെ പുറത്ത് ചൂണ്ടുവിരൽ കൊണ്ട് കുത്തിയിട്ട് കരണം പറഞ്ഞു. അടിമാലിയിൽ ഇവൻ കുറേ നാൾ കരാട്ടെ ക്ലാസ് നടത്തിയതാ. അത് ചുമ്മാ വയറ്റിപ്പഴുപ്പിന് വേണ്ടിയിട്ട്, ഡാനി നിസാരമുട്ടിൽ പറഞ്ഞു. പിന്നെയുള്ളത് ചങ്ക്, അവന് മർമാണി അറിയാം. അല്ല, നരേന്ദ്രനോട് പ്രത്യേകം പറയണ്ടല്ലോ. ഇവൻ്റെ അപ്പൻ ഒറ്റയ്ക്ക് 12 പേരെ അടിച്ച് നേടിയിട്ടുണ്ടത്രേ. ആ വിദ്യയൊന്നും എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ആകെ പഠിപ്പിച്ചത് ഒടിവിനും വെച്ച് കെട്ടാനും ചതവിന് തീരുമാനം മാത്രമാണ്. പിന്നെ എതിരെ അടി വന്നാലും തടയും, ശങ്കർ വെളിപ്പെടുത്തി. വൈകുന്നേരമായപ്പോൾ കരുണൻ ചോദിച്ചു. പരിപാടിക്ക് മുമ്പ് നമുക്ക് 2 വീശണ്ടേ? അത് ശരിയാവില്ല, ഡാനി പറഞ്ഞു. എന്താ ശരികേട്? എന്നാലല്ലേ ഒരോളമുള്ളൂ, കരുണൻ അഭിപ്രായപ്പെട്ടു. 1 കുപ്പി നമുക്ക് വാങ്ങിച്ച് വെക്കാം. പരിപാടിയെല്ലാം കഴിഞ്ഞ് എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ട് മതി ഓളം വയ്ക്കൽ, നരേന്ദ്രൻ പറഞ്ഞു. എന്നാലും മതി, കരുണൻ അയഞ്ഞു. അങ്ങനെ അക്കാര്യത്തിൽ ഏകാഭിപ്രായമായി. രാത്രി മങ്ങിയ നിലാവട്ടം. ബീഡിയം വലിച്ച് സൂതൻ്റെ വീട്ടുമുറ്റത്തേക്ക് കണ്ണു നട്ടിരിക്കുകയാണ് നരേന്ദ്രൻ്റെ സംഘവും. തലയ്ക്ക് മീതെ പടർന്ന കാപ്പിച്ചെടികളുടെ മേലാപ്പ് അവരെ മറിച്ചിരുന്നു. കുറച്ചപ്പുറത്ത് റോഡിലൂടെ ആളുകൾ സംസാരിച്ചുകൊണ്ട് ഇടയ്ക്കിടെ കടന്നുപോയി. രാത്രി വളർന്നതോടെ റോഡിലൂടെയുള്ള ആൾസഞ്ചാരം തീരെ കുറഞ്ഞു. അങ്ങനെയിരിക്കെ 3 പേരടങ്ങുന്ന ഒരു സംഘം റോഡിലൂടെ അടക്കിപ്പിടിച്ച് സംസാരിച്ചുകൊണ്ട് നീങ്ങുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കരുണൻ നരേന്ദ്രനെ തോണ്ടി. മറ്റവന്മാരാണോടാ? വെളിച്ചക്കുറവല്ലേ, ശരിക്ക് കാണാൻ വയ്യ. അവർ സുഗതൻ്റെ വീട്ടിലേക്ക് തിരിയുന്ന വഴിയരികിൽ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ 2 പേർ കൂടി അവർ നിൽക്കുന്നിടത്തേക്ക് വന്നു ചേർന്നു. ഇനിയും ആരൊക്കെയോ വരാനുണ്ടെന്ന് അവരുടെ സംഭാഷണ ശകലങ്ങളിൽ നിന്ന് നരേന്ദ്രനും കൂട്ടരും തിരിച്ചറിഞ്ഞു. ആളെണ്ണം കൂടിക്കൂടി വരുവാണല്ലോ, കുഞ്ഞുമോൻ തെല്ല് പേടിയോടെ പറഞ്ഞു. മിണ്ടാതിരി, നമുക്ക് നോക്കാം, കരുണൻ ശാസിച്ചു. ഡാനി സൂക്ഷ്മതയോടെ ഓരോരുത്തരുടെയും നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ്. 4 പേരടങ്ങുന്ന ഒരു സംഘം കൂടി സുഗതൻ്റെ വീടിന് സമീപം എത്തി. ലക്ഷണം കണ്ടിട്ട് ആൾ തികഞ്ഞുവെന്ന് തോന്നുന്നു, ശങ്കർ പിറുപിറുത്തു. ഡാനി കാപ്പിച്ചെടികൾക്ക് കീഴിലൂടെ 4 കാലിൽ റോഡരികു വരെ പതുങ്ങി ചെന്നു.
ഇപ്പോൾ അവരുടെ സംഭാഷണം ഡാനിക്ക് കുറെ കൂടി വ്യക്തമായി കേൾക്കാം. ആദ്യം കുറച്ച് കല്ലേറും ചീത്തവിളിയും കഴിഞ്ഞിട്ട് തിരികെ പോരുന്ന മട്ടിൽ എല്ലാവരും നാനാവശത്തേക്ക് മാറിക്കളയണം. എന്നിട്ട് 3-4 പേര് പിറകുവശത്തെ വാതിലിനടുത്ത് ചെല്ലണം. നമ്മൾ പോയെന്ന് കരുതി തള്ളേ മക്കൾ സമാധാനമായിട്ടിരിക്കുന്ന നേരത്ത് പുറകിലെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറണം. ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ. അല്പനേരത്തേക്ക് കൂടി സംഭാഷണം ഇടമുറിഞ്ഞു കേൾക്കാമായിരുന്നു. ഡാനി പോയതുപോലെ തന്നെ പതുങ്ങി തിരിച്ചെത്തി. അവന്മാർ രണ്ടും കൽപ്പിച്ചാ കേട്ടോ നരേന്ദ്ര, വാതിൽ ചവിട്ടിപ്പൊളിക്കാനാ പരിപാടി. ദേ അവന്മാർ കയറിപ്പോണ്. കുഞ്ഞുമോൻ കൈ ചൂണ്ടി. അക്രമികളുടെ സംഘം സുഗതൻ്റെ വീട്ടുമുറ്റത്തേക്ക് കയറി ചെല്ലുന്നത് നരേന്ദ്രൻ കണ്ടു. വാ. നരേന്ദ്രൻ കരുണൻ്റെ കൈ പിടിച്ചു. എനിക്കൊരു പരവേശം. കുഞ്ഞുമോൻ 2-3 തവണ ശ്വാസം മാഞ്ഞു വലിച്ചു. പേടിയാണെങ്കിൽ നീ കളി കണ്ടുകൊണ്ട് റോഡിൽ നിന്നാൽ മതി, ഡാനി പറഞ്ഞു. പിന്നെ അതും പറഞ്ഞ് നിങ്ങളെന്നെ ജീവിതകാലം മുഴുവൻ കളിയാക്കാനല്ലേ? അതു വേണ്ട. ചത്താ ചത്തു, കൊന്നാ കൊന്നു. ഞാനുമുണ്ട്. 5 പേരെ റോഡിലേക്ക് കയറിയപ്പോഴേക്കും സുഗതൻ്റെ വീട്ടുമുറ്റത്ത് ചീത്തവിളിയും കല്ലേറും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വീടിനുള്ളിൽ ലൈറ്റുകൾ അണഞ്ഞു. അട്ടഹാസങ്ങൾക്കൊപ്പം കല്ലേറിൻ്റെ ഒച്ചയും കേൾക്കായി. കരുണനാണ് ആദ്യം വീട്ടുമുറ്റത്തേക്ക് കയറി ചെന്നത്. എന്തോന്നാ ഇവിടെ ഒരു ബഹളം? അക്രമി സംഘം അത്ഭുതപ്പെട്ട് ആഗതനെ നോക്കി. നീ ആരാടാ? ഒരാൾ ചോദിച്ചു. ഒരു വഴിപോക്കനാ. നിനക്ക് എന്നതാ അറിയണ്ടേ? അല്ല, തെറിവിളിയും കല്ലേറും നടക്കുന്നത് കണ്ട് കാര്യം എന്താണെന്നറിയാൻ വന്നതാ. നിനക്കറിയണമെന്ന് നിർബന്ധമല്ലേ? അപ്പോഴേക്കും കുഞ്ഞുമോൻ മുറ്റത്തോട്ട് കയറി. ആ ചേട്ടൻ ചോദിച്ചത് ന്യായമല്ലേ ചേട്ടന്മാരെ? പെണ്ണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കല്ലേറും ചീത്തവിളിയും നടത്തുന്നതിൻ്റെ കാരണമല്ലേ ചോദിച്ചുള്ളൂ? കാരണം പറഞ്ഞു കൊടുത്തേക്കട്ടെ. കൂട്ടത്തിൽ ഒരാൾ കല്ലുമായി എറിയാൻ നിന്ന സഹചരനോട് ചോദിച്ചു. ആ കൊട്. ആദ്യത്തെയാൾ അടിക്കാൻ കയ്യോങ്ങിയപ്പോഴേക്കും ഡാനി ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിൽക്ക്, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഡാനി മുറ്റത്തിൻ്റെ ചവിട്ടുകല്ല് കയറി വന്നു. ഇതൊക്കെ മോശമല്ലേ? പാവങ്ങൾ പെണ്ണുങ്ങൾ കിടക്കുന്നിടത്ത് രാത്രിയിൽ സ്ഥിരമായിട്ട് വന്ന് അലറിയും കൂവിയും അവരെ പേടിപ്പിക്കുക, അവരുടെ വീട് എറിഞ്ഞു തകർക്കുക മനുഷ്യരാരെങ്കിലും ചെയ്യുന്ന പണിയാണോ? അല്പം പിറകിൽ നിന്ന കഷ്ണിത്തലയുള്ള തടിയൻ പെട്ടെന്ന് മറ്റുള്ളവരെ വകഞ്ഞു മാറ്റി മുന്നിലേക്ക് കയറി. ഇന്നാൾ ഇതുപോലെ ന്യായം പറഞ്ഞുകൊണ്ട് വന്ന ഒരുത്തനെ ഞങ്ങൾ അടിച്ചു നിലംപരിശാക്കിയ വിട്ടത്. ഓ, നിങ്ങൾ അടിക്കുകയും ചെയ്യുന്നവരാണോ? അക്രമികളുടെ സംഘം പെട്ടെന്ന് ജാഗരൂകരായി. അതെ, അടിക്കുന്നവരാ ഞങ്ങൾ. കാണണോ? കാണട്ടെ. കഷ്ണിത്തലയുള്ള തടിയൻ കൈ ചുരുട്ടി ഡാനിയുടെ താടിയെല്ലിന് നേർക്കൊരിടിയിടിച്ചു. ചീറി വന്ന മുഷ്ടി തൻ്റെ മൂക്കിന് 1/2 ഇഞ്ച് അകലെ നിൽക്കത്തക്ക വിധം ഡാനി പിന്നോട്ട് തൻ്റെ മുഖം ഞൊടിയടിയിൽ പിൻവലിച്ചു. കരുണൻ വായിൽ വിരലിട്ട് വിസിലടിച്ചതും ശങ്കറും നരേന്ദ്രനും റോഡിൽ നിന്ന് മുറ്റത്തേക്ക് പാഞ്ഞു കയറി. വീട്ടുമുറ്റത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ വിനീത മുറിക്കുള്ളിലെ ഭിത്തിയിലൂടെ മുതുകു നിരുക്കിക്കൊണ്ടുവന്ന് ചില്ലുപൊട്ടിയ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഡാനി കൈ ചുരുട്ടി ഓങ്ങിയപ്പോൾ മുഖത്തിന് നേർക്കാണ് ഇടി വരാൻ പോകുന്നതെന്ന് ശത്രു കരുതി. അയാൾ അല്പം പിന്നോക്കം നീങ്ങിയതും ഇടംകാൽ കൊണ്ടുള്ള ഊക്കനടി അയാളുടെ മുഖത്ത് വീണു. അതേ ക്ഷണത്തിൽ തന്നെ അയാൾ തല ചുറ്റി നിലം പതിക്കുകയും ചെയ്തു. അത് കണ്ട് ഒരു നിമിഷം അമ്പരന്ന് നിന്ന മറ്റൊരാൾ ഡാനിയുടെ നേർക്ക് ചീറിയെടുത്തു. ഡാനിയുടെ ഇടംകാൽ അയാളുടെ പിൻകഴുത്തിൽ പതിഞ്ഞു. നില തെറ്റി അയാൾ 4-5 അടി പിന്നോട്ട് വേച്ചുപോയി. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ഡാനിയെ പൊതിഞ്ഞു. ഡാനിയുടെ കൈകാലുകളുടെ വേഗത കണ്ട് അമ്പരന്ന് നിൽക്കുകയായിരുന്നു നരേന്ദ്രനും കുഞ്ഞുമോനും. ഇടയ്ക്ക് എതിരാളികൾ ആരോ ഡാനിയെ വട്ടം പിടിച്ചു. ഡാനി തിരിഞ്ഞ് തൻ്റെ സഹപ്രവർത്തകരെ നോക്കി. എന്നാ നോക്കി നിൽക്കുവാടാ നിങ്ങൾ? അതുവരെ കയ്യാങ്കളി കണ്ട് അന്തം വിട്ടു നിന്ന ശങ്കറും നരേന്ദ്രനും കുഞ്ഞുമോനും പെട്ടെന്ന് ബോധം വീണ പോലെ പരസ്പരം നോക്കി. പിന്നെ മൂവരും എതിരാളികളുടെ മേൽ പാഞ്ഞു കയറി. കൂട്ടത്തിൽ ബലം കുറഞ്ഞ ഒരുവൻ്റെ കുത്തിന് പിടിച്ച് വട്ടം കറക്കിക്കൊണ്ട് കുഞ്ഞുമോൻ മുറ്റത്തിൻ്റെ ഒരരികിലേക്ക് നോക്കി. ആരും ഇടയ്ക്ക് കയറാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു അത്. ചറുപിറന്നനെ 4-5 ഇടിയും ചവിട്ടും കൊടുത്തിട്ട് കുഞ്ഞുമോൻ ലേശ ശങ്കയോടെ അയാളോട് ചോദിച്ചു. നിന്റെ കയ്യിൽ കത്തിയോ മറ്റോ ഉണ്ടോടാ? ഇല്ലല്ലോ. അയാൾ ഉത്തരം പറയുന്നതിന് മുമ്പേ കുഞ്ഞുമോൻ്റെ കൈ വീണ്ടും അയാളുടെ മേൽ വീണു. ശങ്കർ അടിയും ഇടിയും വരുന്നിടത്ത് പിന്നോക്കം ഒഴിഞ്ഞൊഴിഞ്ഞ് നിന്നു. ഒരു പഴുത് കിട്ടുമ്പോൾ താടിയെല്ല് പൊട്ടും വിധം കൈ ചുരുട്ടി ഓരോ ഇടി. നരേന്ദ്രൻ ഡാനിക്കൊപ്പം തന്നെ നിന്ന് പൊരുതി. കണ്ണുമടിച്ചുള്ള പോരാട്ടമായിരുന്നു നരേന്ദ്രൻ്റേത്. അവരിൽ പകുതി പേരോട് മല്ലിടാൻ ഡാനി മാത്രം മതിയായിരുന്നു. കരുണന് 2 പേരോട് ഒറ്റയ്ക്ക് നിന്ന് അടിക്കേണ്ടി വന്നതുകൊണ്ട് ഇടയ്ക്കിടെ കണക്കിന് കിട്ടുന്നുണ്ടായിരുന്നു. ഒരടിയേറ്റ് മൂക്കു ചതഞ്ഞ് ചോര വാർന്നപ്പോൾ കരുണൻ കുഞ്ഞുമോനെ സഹായത്തിന് വിളിച്ചു. എനിക്ക് പിടിപ്പത് പണിയുണ്ട്, എന്നെ നോക്കണ്ട, കുഞ്ഞുമോൻ വിളിച്ചു പറഞ്ഞു. ശങ്കർ ഒഴിഞ്ഞു മാറിയും വശങ്ങളിലേക്ക് ചാടിയും പിന്നോട്ടിരുന്നുമൊക്കെയായി എതിരാളിയുടെ കനത്ത പ്രഹരങ്ങളെ നിർവീര്യമാക്കി കളഞ്ഞു. ശങ്കറിനെ അടിക്കുന്നത് പാഴ്വേലയാണെന്ന് കണ്ട് അയാളോട് പൊരുതിക്കൊണ്ടിരുന്നവരിൽ ഒരാൾ ആ പണി ഉപേക്ഷിച്ച് കരുണനെ നേരിടാൻ പോയിക്കളഞ്ഞു. നരേന്ദ്രൻ കണ്ണിൽ കണ്ടവരെയും കൈപ്പാങ്ങിന് കിട്ടിയവരെയും തൻ്റെ ശക്തിക്കൊത്തവണ്ണം ആഞ്ഞടിച്ച് മുന്നേറുകയായിരുന്നു.
അതിലൊരെണ്ണം ഡാനിക്കും കിട്ടി. ഓർക്കാപ്പുറത്തായിരുന്നതിനാൽ ഡാനി ഇരുന്നു പോയി. ഒപ്പം നരേന്ദ്രൻ്റെ അരയ്ക്ക് കുത്തിപ്പിടിക്കുകയും ചെയ്തു. തനിക്ക് ആള് തെറ്റിയെന്ന് നരേന്ദ്രന് മനസ്സിലായി. നീ കണ്ണു മടച്ചുകൊണ്ടാണോ നരേന്ദ്ര പെരുമാറുന്നേ? ഡാനി ചോദിച്ചു. ഒരബദ്ധം പറ്റിപ്പോയതാ. ഡാനിയുടെ കൈക്ക് പിടിച്ച് നരേന്ദ്രൻ എഴുന്നേൽപ്പിച്ചു. പല്ലിളുകിയെന്ന് തോന്നുന്നു. ഡാനി നിലത്തേക്ക് തുപ്പി. നോവൽ നാളെ വീണ്ടും തുടരും.